Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോംപ്ലക്സ് ഫങ്ഷൻസ് ആസ് ഫ്ലോസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിൽ കോംപ്ലക്സ് ഫങ്ഷൻ്റെ ആക്ഷൻ, അതിൻ്റെ സ്ട്രീം ലൈൻസ് എന്താണ് എന്നുള്ളതൊക്കെ കോംപ്ലക്സ് ഫങ്ഷൻ്റെ ടേംസിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. Let f of z equal to u of xy plus I into v of xy be the path of the particle, then it must satisfy the system of differential equation dx by dt is equal to u of xy and dy by dt is equal to v of xy. The family of solutions of this system is called streamlines of the flow associated with the f of z. അതായത് ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫ്ലോ ചെയ്യുന്ന പാത്തിനെ ഒരു കോംപ്ലക്സ് കർവായിട്ട്, ഇപ്പോൾ ഒരു കോംപ്ലക്സ് ഫങ്ഷനായിട്ട് വ്യൂ ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന പാത്തിനെ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന പാത്തിനെ ഒരു കോംപ്ലക്സ് ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കർവായിട്ട് വ്യൂ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ആ ഫങ്ഷൻ്റെ റിയൽ പാർട്ടാണ് യു ഓഫ് എക്സ് വൈ, ഇമാജിനറി പാർട്ടാണ് വി ഓഫ് എക്സ് വൈ. ആ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും dx by dt is equal to u of xy and dy by dt is equal to v of xy. ഇതൊരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊന്നുകൂടെ ഒന്ന് പൊടി തട്ടി എടുക്കുക, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് വായിച്ചൊക്കെ നോക്കിയിട്ട് ഈ രണ്ട് പ്രോബ്ലംസ് പഠിക്കാം. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് വൈ വേറൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഡെറിവേറ്റീവ്സിനെ ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണെന്ന് പഠിക്കാം. സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഇക്വേഷൻസിന്റെ കളക്ഷൻ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ അതൊരു ഫാമിലി ഓഫ് കർവ്സ്, ഒന്നിലധികം സൊല്യൂഷൻസ് ഉണ്ടാവാം, ചിലപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവാം. അതുകൊണ്ടാണ് അതിനൊരു ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദി സിസ്റ്റം ഈസ് കോൾഡ് സ്ട്രീം ലൈൻസ് ഓഫ് ദ ഫ്ലോ. ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷനെയാണ് നമ്മൾ ആ ഫ്ലോയുടെ സ്ട്രീം ലൈൻസ് ഓഫ് ദ ഫ്ലോ അസോസിയേറ്റഡ് വിത്ത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എഴുതി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് ടെക്സ്റ്റിൽ ഷോർട്ട് നോട്ട് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് നോട്ടായിട്ട് എഴുതിയത്. നിങ്ങൾ ഈ നോട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തിയെടുക്കാം. പ്രോബ്ലം ചെയ്തിരിക്കുന്നത് നോക്കാം. ഫൈൻഡ് ദ streamlines of the flows associated with the complex functions f1 of z equal to z bar, അതൊരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം f2 of z equal to z square. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് പ്രോബ്ലംസ് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾ പണ്ട് പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. അഥവാ പഠിച്ചത് ഓർമ്മയില്ല എങ്കിൽ മുമ്പ് +2 പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷനും അതിൻ്റെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സും, വാരിയബിൾ സെപ്പറബിൾ ഫോം, ഹോമോജീനസ് ഇക്വേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതറിയാമെങ്കിൽ മാത്രമാണ് ഞാനീ പറയാൻ പോകുന്ന രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നെടുത്ത് വായിച്ച് നോക്കിയിട്ട് മാത്രം ഈ ക്ലാസ്സുകൾ കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം f1 ഓഫ് z ഈക്വൽ ടു z ബാർ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സെഡിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എഴുതാറ്. അപ്പോൾ z ബാറിന് നമ്മൾ എക്സ് മൈനസ് ഐ വൈ എന്നാണ് എഴുതുക അല്ലേ, മോഡുലസ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സ്ട്രീം ലൈൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതണം. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ ആൻഡ് ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് വൈ. ഇവിടെ യു ഓഫ് എക്സ് വൈ റിയൽ പാർട്ട് എക്സ് ആണ്, ഇമാജിനറി പാർട്ട് മൈനസ് വൈ ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എക്സും ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് വൈയും. 1 ഉം 2 ഉം കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻസിന്. അതാണ് രണ്ട് ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ വരുന്ന ഇക്വേഷൻസ് വരുന്നത്. ഇനി ഇതിനെ സോൾവ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് നോക്കിയാൽ അറിയാം, അതിൽ എക്സും ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ വാരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കാണ് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്തത്. വാരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എക്സ് വരുന്ന ടേംസ് എല്ലാം ഒരു സൈഡിലും ടി വരുന്ന ടേംസ് എല്ലാം ഒരു സൈഡിലും. അങ്ങനെയാക്കി മാറ്റിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യലാണ് വാരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നമ്മൾ ചെയ്യാറ്. ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലേ ഇത്. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒരേപോലെ അല്ല സോൾവ് ചെയ്യുന്നത്, പലതും പല ടൈപ്പായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓരോന്നിനെയും നോക്കി നമ്മൾ മനസ്സിലാക്കണം ഏത് ടൈപ്പിലാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ.
കുറച്ച് ഡിഫിക്കൽട്ടാണ്, എന്നിരുന്നാലും നിങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കാക്കി നമ്മൾ ഇതിനെ മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ആണ്, അപ്പോൾ എൽ എൻ എക്സ് വന്നു. ഇവിടെ ഇൻ്റഗ്രൽ ഡി ടി ആണ്, അപ്പോൾ ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുമ്പോൾ ടി വരും പ്ലസ് സി അല്ലേ, ഒരു കോൺസ്റ്റന്റ് ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റന്റ് ഉണ്ടാവും. ഇനി രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു എൽ എൻ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടി പ്ലസ് സി എന്ന് കിട്ടും. എന്ന് വെച്ചാൽ അത് ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു സി ആണ്. ഇ റേസ് ടു സിക്ക് നമ്മൾ C1 പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എൽ എൻ എക്സ് എന്താ എക്സ് ആയി മാറും അല്ലേ. ഇയും എൽ എനും പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസാ, നമ്മുടെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും പോലെ പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണത്. അപ്പോൾ അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. ഇയും എൽ എനും കൂടി അടുപ്പിച്ച് വന്നാൽ അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത്, ആ രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ പിന്നെ ബാക്കി എക്സ് മാത്രം അവിടെ ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു C1 ഇ റേസ് ടു ടി എന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് എ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഡി വൈ ബൈ വൈ ഈക്വൽ ടു മൈനസ് ഡി ടി എന്നാണ് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം എഴുതാൻ പറ്റുക രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന്. ഇനി രണ്ട് സൈഡും ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇൻ്റഗ്രൽ സോറി കേട്ടോ, ഞാനിവിടെ ഡി വൈ എന്ന് ആണ് എഴുതേണ്ടിയിരുന്നത്, ഡി എക്സ് തെറ്റ് എഴുതിയിരിക്കുന്നതാണ്. നിങ്ങളത് ഡി വൈ ആക്കണേ. ഇതിൽ ഡി എക്സ് ഇല്ല, വൈയും ടിയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഡി വൈ ആക്കാൻ മറക്കരുത്. ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഡി ടി വരും. അപ്പോൾ എൽ എൻ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടി പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എൽ എൻ വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി പ്ലസ് സി എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു സി കിട്ടും. അപ്പോൾ ടി റേസ് ടു സി ഈക്വൽ ടു C2. അതിന് C2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഈ എല്ലനും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് y ഈക്വൽ ടു C2 ഇ റേസ് ടു മൈനസ് ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു സംതിങ് വൈ ഈക്വൽ ടു സംതിങ് എന്നാണ് രണ്ട് ഇക്വേഷൻസിന് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ അത് പാരാമെട്രിക് ഫോമിലാണ് ആ ഇക്വേഷൻസ് കിടക്കുന്നത്. എക്സ് ഈക്വൽ ടു ഇൻ ടി ഒരു ഇക്വേഷൻ, വൈ ഈക്വൽ ടു ടിയിൽ വരുന്ന വേറൊരു ഇക്വേഷൻ അല്ലേ. അത് പാരാമെട്രിക് ഫോം വരുമ്പോഴല്ലേ അങ്ങനെ വരാറ് നമുക്ക്. പക്ഷേ കർവിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ പാരാമെട്രിക് ഫോമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കതൊരൊറ്റ ഇക്വേഷനാക്കി മാറ്റിയാലാണ്, അല്ലെങ്കിൽ എക്സിലും വൈയിലുള്ള ഇക്വേഷനാക്കി മാറ്റിയാലാണ് ആ കർവിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ആ വാരിയബിൾ ടിയെ എലിമിനേറ്റ് ചെയ്യണം. പല രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ മുമ്പത്തെ പ്രോബ്ലംസിൽ ഒന്നിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് വേറെ ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ടിയെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നത് രണ്ട് ഇക്വേഷൻ്റെയും കൂടി പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ടി ഉള്ള ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്ത് പൊക്കോളും, അങ്ങനെ അത് ഒഴിവായി പൊക്കോളും. അപ്പോൾ നമുക്കത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് രണ്ട് ഇക്വേഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് മെത്തേഡൊന്നും ഇല്ല. നമ്മളത് കണ്ട് ആ ഇക്വേഷൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കി എളുപ്പത്തിൽ എങ്ങനെ ടി എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരെണ്ണത്തിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് മറ്റേതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ പ്ലസ് ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നുണ്ടാവുക, ചിലപ്പോൾ മൈനസ് ചെയ്യുമ്പോഴായിരിക്കും അത് പോകുന്നുണ്ടാവുക, ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും പോകുന്നുണ്ടാവുക. അതെങ്ങനെയാണ് വരണേ, എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളതിനെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എലിമിനേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. രണ്ട് ഇക്വേഷൻ എയുടെയും ബിയുടെയും ജസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ടി ഉള്ള ടേം എലിമിനേറ്റ് ആയിക്കോളും. അപ്പോൾ എക്സ് വൈ ഈസ് ഈക്വൽ ടു C1 ഇ റേസ് ടു ടി ഇൻറ്റു C2 ഇ റേസ് ടു മൈനസ് ടി. കണ്ട, ഇത് രണ്ടും കൂടെ വെട്ടിപ്പോയിട്ട് ബാക്കി C1 C2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊരു സി, വേറൊരു കോൺസ്റ്റന്റ് സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടുക എക്സ് വൈ ഈക്വൽ ടു സി എന്നാണ്. ഇപ്പോൾ ഇത് എക്സിലും വൈയിലുള്ള ഇക്വേഷനായി. ഇതിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന ഒരു ഫോമിലേക്കായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു സി എന്നുള്ളത് ഒരു ഹൈപ്പർബോളയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ട്രീം ലൈൻസ് ആണ്. അപ്പോൾ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് ഹൈപ്പർബോള, ഫാമിലി ഓഫ് ഹൈപ്പർബോള. ഈ സി എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാലോ. അപ്പോൾ ഒരു ഫാമിലി ഓഫ് ഹൈപ്പർബോളാസ് ആണ് അതിൻ്റെ സ്ട്രീം ലൈൻസ് ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. പലതും പല ടൈപ്പിലായിരിക്കും. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ
F2 ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ഒക്കെ ചെയ്ത് റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്നുള്ള രീതിയിലാക്കി എഴുതി. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്ട്രീം ലൈൻസിൻ്റെ ഇക്വേഷൻസ്, സ്ട്രീം ലൈൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ dx/dt ഈക്വൽ ടു റിയൽ പാർട്ട് ആൻഡ് dy/dt ഈക്വൽ ടു ഇമാജിനറി പാർട്ട്. അപ്പോൾ ആ രീതിയിൽ എഴുതിയപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. ഇനി നമുക്കറിയാം ഇതിൽ നോക്കിയാൽ രണ്ടിലും എക്സും വൈയും വീതം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് വാരിയബിൾ സെപ്പറബിൾ ഫോം ചെയ്യാനായിട്ട് എളുപ്പമാവില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പലതിലും പല മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ വാരിയബിൾ സെപ്പറബിൾ ഫോം പറ്റില്ല. മാത്രമല്ല ഇത് രണ്ട് ഇക്വേഷനായിട്ട് കിടക്കുന്നുമുണ്ട്. അപ്പോൾ അത് 3 വേരിയബിൾ വരും, ടിയും വരും, എക്സും വരും, വൈയും വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒറ്റ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ഇതിനെ മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ dy/dx കണ്ടുപിടിക്കാം. dy/dxന്റെ ഫോമുല എന്താ വരിക? പാരാമെട്രിക് ഫോമിൽ നിന്ന് dy/dx കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് dy/dt ഇൻറ്റു dx/dt അല്ലേ? അപ്പോൾ നമുക്ക് വരിക 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് dy/dx വരിക. അപ്പോൾ dy/dx ഈക്വൽ ടു 2xy ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ ടി എന്ന് പറയുന്ന വേരിയബിളിന് ഒഴിവായി കിട്ടി. ഇപ്പോൾ എക്സിലും വൈയിലും മാത്രമുള്ള നമ്മുടെ സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ മാറി. കണ്ടോ? അപ്പോൾ അത് പലതിലും പല ടൈപ്പിലാണ് ചെയ്തു വരുന്നത്. എങ്ങനെയാണോ സോൾവ് ചെയ്യാൻ എളുപ്പം ആ രീതിയിലാണ് നമ്മൾ പിന്നെ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സ്റ്റാർന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ നൊട്ടേഷൻ സ്റ്റാർന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കണമെങ്കിൽ നമ്പർ കൊടുത്താലും മതി. അപ്പോൾ ഇത് ഈ ഇക്വേഷനെ കണ്ടാൽ അറിയാം ഇതൊരു ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എക്സ് ഉള്ളിടത്തൊക്കെ എം എക്സ് എന്നും വൈ ഉള്ളിടത്തൊക്കെ എം വൈ എന്നും കൊടുക്കുക. എം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് dy/dx ഈക്വൽ ടു ഇങ്ങനെയാണ് കിട്ടുക. മോളിൽ നിന്ന് ഒരു എം സ്ക്വയർ കിട്ടും, താഴെ നിന്ന് ഒരു എം സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോവും. സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് കിട്ടും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ 2 ഇൻറ്റു എം റൈസ് ടു സംതിങ് ഇൻറ്റു അല്ലെങ്കിൽ എമ്മിൻ്റെ, അതായത് 2 അവിടെ നിന്നോട്ടെ, എമ്മിൻ്റെ ഒരു പവറിനെ ഇതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റണം. ഒരു എമ്മിൻ്റെ ഒരു പവറിനെ പുറത്തെടുക്കാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ സെയിം തന്നെ കിട്ടണം. ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് ബാക്കി കിട്ടുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു എമ്മിൻ്റെ ഒരു പവറെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അത്തരത്തിലുള്ള ഇക്വേഷനെയാണ് നമ്മൾ ഹോമോജീനസ് ഇക്വേഷൻ എന്ന് പറയാം കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് ചെക്ക് ചെയ്യുന്നത്. ഇനി ഹോമോജീനസ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? പുട്ട് y/x ഈക്വൽ ടു v. ഇത് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കണം. ആ മെത്തേഡാണിത്. അത് ബൈ ഹാർട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ y/x ഈക്വൽ ടു v എന്ന് കൊടുക്കും. അതിൽ നിന്ന് y ഈക്വൽ ടു vx എന്ന് കിട്ടും. ഫ്രം ദാറ്റ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ dy/dx ഈക്വൽ ടു v പ്ലസ് എക്സ് ഇൻറ്റു dv/dx എന്ന് കിട്ടും. അത് ഹോമോജീനസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. എന്നിട്ട് നമ്മളിത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dy/dxന്റെ പ്ലേസിൽ ഇത് കിട്ടും. പിന്നെ ആ എക്സും വൈ ഒക്കെ ഉണ്ടായിരുന്നിടത്ത് വൈക്ക് പകരം vx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് വിയിലും എക്സിലും മാത്രമുള്ള ഒരു ഇക്വേഷനായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എക്സ് ഇൻറ്റു dv/dx ഇവിടെ നിർത്തിയിട്ട് വിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ. എന്നിട്ട് കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ചെയ്യും. എന്നിട്ട് ഇതിനെ വാരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കാക്കി മാറ്റും. അപ്പോൾ dv/dx എക്സ് ഇൻറ്റു dv/dx ഇവിടെ നിർത്തിയിട്ട് വിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി LCM ഒക്കെ എടുത്ത് കാൽക്കുലേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഈ ടേമിനെ ഇപ്പുറത്തേക്കും എക്സിനെയും dxനെയും അപ്പുറത്തേക്കും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 - v സ്ക്വയർ dv ഡിവൈഡഡ് ബൈ v പ്ലസ് v ക്യൂബ് ഈക്വൽ ടു 1/x dx എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവട്ടെ +2-ന്. ഇനി നമുക്കിപ്പോൾ ഇത് വാരിയബിൾ സെപ്പറബിൾ ഫോമിലായി. കാരണം വിയുടെ ടേംസ് ഒക്കെ ഒരു സ്ഥലത്തും എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരു സ്ഥലത്തും ആ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴും നോക്കി ഇൻ്റഗ്രൽ ദിസ് വൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ ദിസ് വൺ. ഇപ്പുറത്തെ സൈഡ് സുഖമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, പക്ഷേ ഇപ്പുറത്തെ സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള മെത്തേഡ്സ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കിയാൽ മതി. അതിനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്തു വന്നപ്പോഴേ ഇടയിൽ ഇൻ്റഗ്രേഷനൊക്കെ ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇതാണ് ln xc ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ എടുക്കും.
എക്സ്പോണൻഷ്യൽ എടുത്തു കഴിയുമ്പോൾ v/1+v² = x × v⁻c എന്നാണ് ലാസ്റ്റ് കിട്ടുക. ഇനി ഹോമോജീനസ് മെത്തേഡിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ v = y/x എന്നുള്ളത് ഞാൻ മാറ്റി കൊടുക്കുമ്പോൾ എനിക്കിതാ സിംപ്ലിഫൈ ചെയ്തൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ഇതാ ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഫാമിലി ഓഫ് സർക്കിൾസിനെയാണ്, ഹാവിങ് സെൻറ്റേഴ്സ് ഓൺ ദ y ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ ഒറിജിൻ. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന കാൽക്കുലേഷനൊക്കെ എളുപ്പമാണ്, അത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. സമയമില്ലാത്തതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ.